വോട്ടിംഗ് ചെയ്ത സബ്ജക്ട് പോലെ എനിക്ക് തോന്നുന്നു തുടക്കത്തിൽ പറഞ്ഞല്ലോ ഈ വാക്കുപോലും കാണാൻ ഭയപ്പെടുന്ന കാലഘട്ടത്തിൽ ഈ സിനിമ വരുന്നതെന്ന്. അത്ര ഒരു സബ്ജക്റ്റാണ്. 4 ദിവസം പ്രായമുള്ള ഒരു കുട്ടിയെയാണ് ഇവരുടെ കയ്യിലേക്ക് എത്തിക്കുക. അപ്പോൾ ഇതിൽ കാണുന്നത് ആ കുട്ടിയെ ഒന്ന് എടുത്തു പിടിച്ചുകൊണ്ടുള്ള ആ ഒരു അഭിനയം എങ്ങനെയായിരുന്നു വിവരിക്കുന്നത്? ആക്ച്വലി പറയുകയാണെങ്കിൽ ഞാൻ നന്ദി പറയേണ്ടത് എൻ്റെ അച്ഛനോടും അമ്മയോടുമാണ്. കാരണം 4 ദിവസമായിട്ടുള്ള ഒരു കുട്ടി ജനിച്ചിട്ടാണ്. കുട്ടീനെ കൊണ്ട് സെറ്റിൽ വരേണ്ടത്. സെറ്റിൽ എല്ലാവർക്കും അറിയാം ഒരു അത്ര എളുപ്പമല്ലല്ലോ. അപ്പോൾ അവിടെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ന്യൂ ബോൺ ബേബിക്ക് പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ അല്ല ഒരു ഷൂട്ടിംഗ് സ്ഥലം. പക്ഷെ അതിന് ബില്ലിങ്ങായിട്ട് അച്ഛനും അമ്മയും അതിൽ നിൽക്കുകയും അമ്മക്ക് ഒരുപാട് കഷ്ടപ്പെടുന്ന ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഈ കൊച്ചിന് ഫുൾ ടൈം കരച്ചിലായിരിക്കും, അല്ലെങ്കിൽ കൊച്ചിനെ ഫീഡ് ചെയ്യണം, അല്ലെങ്കിൽ കൊച്ചിന് ഉറങ്ങണം. 4 ദിവസമല്ലേ ആയുള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാവരും ഡിസ്റ്റർബാണ്. അതായത് കൊച്ചിനൊന്നും സംഭവിക്കരുതേ. കാരണം പല അസുഖങ്ങളും വരാൻ സാധ്യതയുള്ളതാണ് ഇനീഷ്യൽ കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചകൾ എന്നുള്ളത്. പക്ഷേ ഈ സബ്ജക്റ്റ് നടക്കണമെന്ന് എനിക്ക് തോന്നുന്നു അഖിലിന് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. അഖിൽ അതിനു വേണ്ടി ഫുൾ സപ്പോർട്ട് ചെയ്ത് അതിൻ്റെ കൂടെ നമുക്ക് എല്ലാവർക്കും ടെൻഷനാണ്. കാരണം എന്തെങ്കിലും ഈ കുട്ടിക്ക് സംഭവിച്ചാൽ അത് നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഭാഗ്യത്തിന് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കര ടെൻഷനുള്ള കാര്യമാണ് ജനിച്ച കുട്ടികൾ എടുക്കുക എന്ന് ഭയങ്കര പാടാണ്. പക്ഷെ അത് മാത്രമല്ല, അത് കൊച്ചിനെ കൊണ്ട് നമ്മൾ ഓടണം, വണ്ടി കയറണം, ഇറങ്ങണം, ഇങ്ങനെ കുറേ പരിപാടികളുണ്ട് പടത്തിൻ്റെ അകത്ത്. പക്ഷെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ഷൂട്ടിംഗ് തീർക്കാൻ സാധിച്ചു. അപ്പോൾ അച്ഛനോടും ആ കുട്ടിയുടെ അച്ഛനോടും അമ്മയോടും നന്ദി പറയുന്നു. നമുക്ക് ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും അങ്ങനെ എടുക്കുന്ന ഒരു തീരുമാനം ഭയങ്കര വലിയ തീരുമാനമാണ്. ഇപ്പം ഞാനാണെങ്കിൽ ഞാൻ അങ്ങനെ തീരുമാനം എടുക്കുമല്ലോ, എനിക്ക് ഭയങ്കര പേടിയുള്ളതാണ്. പക്ഷെ അവരത് ഈ സിനിമയുടെയും ഈ സ്ക്രിപ്റ്റിൻ്റെയും ഈ സിനിമ നടക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഇതിൻ്റെ കൂടെ നിന്നു എന്ന് പറയുന്നത് ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാൻ ചോദിച്ചു. അപ്പോൾ അത് ഓൾറെഡി എനിക്ക് തോന്നുന്നു അവരായിട്ട് സംസാരിച്ച് അതെല്ലാം ഓക്കെ ആണെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയായിരുന്നു. അതാണ് മാജിക് ഫ്രെയിംസ് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു വളർച്ച. കാര്യം മാജിക് ഫ്രെയിംസിലെ നമ്മുടെ സിനിമകളിലെല്ലാം നോക്കുന്ന ആളാണ് അഖില്, സന്തോഷ്, അങ്ങനെ ഇതുണ്ട്. അപ്പം ഈ ടാസ്ക് ആരെടുക്കും? അപ്പം അഖിലിനെ സംബന്ധിച്ച് അഖില് കുറച്ച് ജൂനിയറാണ്. അപ്പം ഇങ്ങനെ കറക്റ്റായിട്ടൊരു ഇത്ര ദിവസമുള്ളൊരു കുട്ടി വരണം, അപ്പം അഭിനയിക്കണം, ഒപ്പം ഉണ്ടാവണം. അപ്പോൾ ഇത് പുറത്തുനിന്ന് ഇങ്ങനെ ഒരു കുട്ടീനെ കിട്ടുമെന്ന് ഡൗട്ട് ഉള്ളത് കൊണ്ടിട്ടും നമ്മുടെ ഒരു വിഷമം ഈ സ്ക്രിപ്റ്റ് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പം അഖില് പറഞ്ഞു, സാറേ ശമ്പളം കൂട്ടി തന്നാൽ മതി, ഞാൻ ആ ടാസ്ക് ഏറ്റെടുക്കാം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അഖില് അപ്പോൾ ആ ടാസ്ക് ഏറ്റെടുക്കുകയും നിവിനോടും കൃത്യമായിട്ട് പറഞ്ഞു, കൊച്ച് ഇന്ന ദിവസത്ത് ഏകദേശം ഇതാവും, അപ്പോൾ നിവിനത് കറക്റ്റായിട്ട് ഡേറ്റ് തരണം, പണി തരരുത്. ഇതെല്ലാം അല്ലെങ്കിൽ സാധാരണ രീതിയിലെ ഡേറ്റുകൾ ഇപ്പോൾ ഒക്കെ മാറിപ്പോവല്ലോ, പ്രീവിയസ് സിനിമകളുടെ എന്തെങ്കിലും ഡേറ്റ് ക്ലാസ് കൊണ്ടിട്ടോ അങ്ങനെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് അത്രയും അധ്വാനിക്കുന്ന വർഗത്തിൻ്റെ ഒരു ഭാഗം എന്ന നിലയിൽ അഖിലിൻ്റെയും വൈഫിൻ്റെയും ഒക്കെ ഒരു എഫേർട്ട് മൂലമാണ് ഇങ്ങനെ കൃത്യമായിട്ട് ഞങ്ങൾക്ക് ഈ കുട്ടീനെ കിട്ടുകയും കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത പോലെ തന്നെ ഷൂട്ട് നടത്തുകയും ഇപ്പം ചെയ്തു. ബാക്കിയുടെ അല്ല, അതിപ്പോ നമ്മള് 4 ദിവസം പ്രായമുള്ള കുട്ടിയെ ഷൂട്ടിങ്ങിന് തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനീഷ്യലി പ്ലാൻ ചെയ്യുമ്പോൾ അത്ര വലിയ കേസല്ല. ഡെയിലി നമ്മൾ ഷൂട്ട് പോകുന്ന ഒരു ദിവസത്തിനൊക്കെ നമുക്കൊരു കുട്ടിയെ ഈസിയായി കിട്ടും. അങ്ങനെ ഈസിയായി ആലോചിച്ചതായിരുന്നു. ഒരു ലാസ്റ്റ് ഒരു 3 മാസമായിട്ട് നമുക്ക് കുട്ടിയെ കിട്ടാത്ത ഒരു അവസ്ഥ വരുമ്പോഴാണ് അഖിലിന്റെ മറ്റേ വൈഫ് പ്രസവിക്കുന്നതും. ഞങ്ങൾക്ക് അഖിലിനോട് ചോദിക്കണം എന്നുണ്ട്, പക്ഷെ എങ്ങനെ ചോദിക്കാമെന്ന് അറിയുന്നില്ല. അപ്പോൾ അഖിലിന് ഭയങ്കര പ്രഷർ കൊടുത്തപ്പോൾ അവസാനം അഖിൽ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം നിങ്ങളൊന്ന് മഞ്ഞ. അപ്പോൾ ഞാൻ ചോദിച്ചു, വീട്ടിൽ ചോദിക്കും, ഫാമിലിയോട് ചോദിക്കും, അവർക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് നോക്കാം. കാരണം 4 ദിവസം എന്ന് പറയുമ്പോൾ ഇമ്മ്യൂണിറ്റി പോലും പ്രോപ്പറായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ പറയേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷൂട്ട് സമയത്ത് വളരെ ആ കുട്ടിയെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടി വളരെ സ്പെഷ്യൽ കെയർ ആൻഡ് കൺസേൺ കൊടുത്തിട്ടാണ് അത് ഷൂട്ട് ചെയ്തത്. അതിൻ്റെ സേഫ്റ്റി നോക്കുന്നതും നമ്മൾ ട്രിവാൻഡ്രം ഏപ്രിൽ മെയ് എന്ന് പറയുന്നത് ഭയങ്കര വെയിലുള്ള സമയമാണ്. അപ്പോൾ വളരെ മിനിമലായിട്ട് നമ്മൾ എക്സ്പോസ് ചെയ്യുക. നമ്മൾ അഥവാ ഭയങ്കര സിൻസ് ഈ സിനിമ റോ ആയിട്ടൊരു സ്പേസിൽ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് കുട്ടിക്കൊരു അതുകൊണ്ട് പ്രശ്നം ഉണ്ടാകുക പറയുന്ന ഒരുപാട് സ്പേസുകൾ നമ്മൾ സെറ്റ് ചെയ്യേണ്ടി വന്നു. സെറ്റ് ചെയ്ത് അതിനെ സാനിറ്റൈസ് ചെയ്ത് അങ്ങനെയായിരുന്നു കുട്ടിയെ വെച്ച് ഷൂട്ട് ചെയ്തു. സോ അതിന് എല്ലാ പ്രിക്കോഷണറി മെഷേഴ്സും നമ്മൾ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. എന്നാലും ബിഗ് താങ്ക്സ് ടു അഖിൽ ആൻഡ് ഹിസ് ഫാമിലി. കാരണം ഞാൻ പോലും ചിലപ്പോൾ എൻ്റെ സിനിമയ്ക്ക് എൻ്റെ കൊച്ചിനെ കൊടുക്കുന്നവരില്ല. താങ്ക്സ് ടു ഹിം. അയാളുടെ പാഷനാണ്, അയാളുടെ ഫാമിലിയായിട്ട് അംഗീകരിച്ചത് വലിയൊരു കാര്യമാണ്. അല്ലെങ്കിൽ ഈ സിനിമ ഇന്നില്ല, നോ വേദികൾ.
അവൻ അതിനും ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഭായ്